പ്രണവ് ടെക് ആൻഡ് സയൻസിലേക്ക് വീണ്ടും സ്വാഗതം. പ്രണവ് ടെക് ആൻഡ് സയൻസ് വെബ്സൈറ്റ് ക്രിയേഷൻ പാർട്ട് 5ലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമുള്ള 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വെബ്സൈറ്റ് ക്രിയേഷൻ ആരംഭിക്കാം. പക്ഷേ അതിനു മുമ്പായി നമ്മുടെ വെബ്സൈറ്റിലെ ഒരു പേജിൻ്റെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത എക്സാം എന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ആ ആപ്ലിക്കേഷനിൽ നിന്നും അപ്പാച്ചിയും MySQLും സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് ലോഡ് ചെയ്യാൻ ആരംഭിക്കാം. ഇത് രണ്ടും സക്സസ്ഫുള്ളി ലോഡ് ആയി കഴിഞ്ഞ് ഈ ടാബ് നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന PHP കോഡ് വർക്ക് ആവണമെങ്കിൽ നമുക്ക് എക്സാം ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി നിങ്ങളുടെ വെബ് ബ്രൗസറിൽ ലോക്കൽ ഹോസ്റ്റ് /phpMyAdmin എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് കിട്ടും. നിങ്ങൾ അഡ്രസ് ബാറിൽ തന്നെ ആയിരിക്കണം സെർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ലെഫ്റ്റ് സൈഡിലെ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡേറ്റാബേസ് നെയിമിന്റെ അവിടെ ലോഗിൻ എന്ന് കൊടുക്കുക. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ എന്ന ഡേറ്റാബേസിൽ നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ ഡേറ്റാബേസിലെ ടേബിളിന് നമുക്ക് യൂസേഴ്സ് എന്ന് പേര് നൽകാം. കോളംസ് 5ഉം ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ID എന്ന് കൊടുക്കാം. സെക്കൻഡ് കോളത്തിൽ യൂസർ ID user_ID. തേർഡ് കോളത്തിൽ user_name. തേർഡ് കോളത്തിൽ പാസ്വേഡും ഫോർത്ത് കോളത്തിൽ ഡേറ്റും. ഈ ഡേറ്റ് നമുക്ക് ടൈം സ്റ്റാമ്പ് കൊടുക്കാം. പാസ്വേഡ് വാർച്ചർ, യൂസർ നെയിമും വാർച്ചർ. യൂസർ ID നമുക്ക് ബിഗിൻഡ് കൊടുക്കാം. ഐഡിയും ബിഗിൻഡ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഐഡിയും യൂസർ ഐഡിയും എന്തിനാണെന്ന്. ID കൺട്രോൾ ചെയ്യുന്നത് ഈ ഡേറ്റാബേസും യൂസർ ID കൺട്രോൾ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള യൂസറുമാണ്. ഈ 2 വാർച്ചാറിനും അതായത് വേരിയബിൾ ക്യാരക്ടേഴ്സിനും നമുക്ക് വാല്യൂ കൊടുക്കേണ്ടതുണ്ട്. അതിനായി നമുക്കിപ്പോൾ ഒരു റാൻഡം വാല്യൂ കൊടുക്കാം. ഞാനിപ്പോൾ കൊടുക്കുന്നു 100. വാർച്ചറിന് 2. നെക്സ്റ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൾ ഇൻഡെക്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ഐഡിയുടെ നേരെ പ്രൈമറി ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ടും പ്രൈമറി ആണെന്ന് ഉറപ്പുവരുത്തി ID ബിഗിൻ എന്ന് ഉറപ്പുവരുത്തി ഗോ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് AIയുടെ താഴെ അതായത് ഓട്ടോ ഇൻക്രിമെന്റിന് താഴെ ചെക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇനിയും താഴേക്ക് സ്ക്രോൾ ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ യൂസർ ഐഡിക്കും യൂസർ നെയിമിനും ഡേറ്റിനും നമുക്ക് ഇൻഡെക്സ് നൽകേണ്ടതുണ്ട്. അതിനായി സൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് യൂസർ ഐഡിയുടെ നേരെയുള്ള മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇൻഡെക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ യൂസർ നെയിമിനും ഡേറ്റിനും നൽകുക. ഇനിയും നമ്മൾ ബ്രൗസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു empty ടേബിൾ ഉള്ള ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതായി കാണാൻ സാധിക്കും. ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് അടുത്ത വീഡിയോയിൽ. പ്രണവ് DJ സൈനിങ് ഔട്ട്.